ചരിത്രം കുറിച്ച് പെൺപട. ഇന്ത്യയിൽ ഇതാദ്യമായിട്ടാണ് കെ രമ ആർത്തിരമ്പിപ്പെയ്യുന്ന മഴയെപ്പോലെയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. രാവിലെ സഭയ്ക്കുള്ളിൽ ഒരൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് സഭയെ തന്നെ സ്തംഭിപ്പിച്ചതിനു ശേഷം നേരെ ആശമാരുടെ അടുത്തേക്ക്. മാങ്കൂട്ടവും വി.ഡി. സതീശനും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ കെ രമയും ഉജ്ജ്വല നീക്കം നടത്തുകയാണ്. അപ്പോൾ റോഡിൽ നിരന്നു കിടക്കുന്ന കുറേയേറെ ആശമാരെയും ഇവിടെ കാണാൻ സാധിക്കും. കയ്യടികൾ വാങ്ങിക്കൂട്ടുന്ന അവരുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അടുത്തെടുക്കാം. ആരോഗ്യരംഗം നമ്പർ 1 ആണ് എന്നതാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും നാൾക്കുനാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ നമ്പർ 1 ആക്കുന്നതിനെ അഹോരാത്രം പണിപ്പെടുന്ന ഒരു വിഭാഗം ആരാണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ആശമാരാണ്. നിങ്ങൾ നടത്തുന്ന അധ്വാനം, നിങ്ങൾ നടത്തുന്ന സേവനങ്ങൾ ഒരു കൂലിയും പ്രതീക്ഷിക്കാതെ വലിയ വരുമാനങ്ങൾ കിട്ടുമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലാതെ ആശയറ്റ ആശമാരാണ് ഈ നാടിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. പക്ഷേ അവരുടെ ആശ പൂർത്തീകരിക്കാൻ അവര് മുന്നോട്ട് വെച്ച ഈ ഡിമാൻഡ് മിനിമം കൂലി 233 രൂപ കൊണ്ടൊരു ദിവസം ഒരു കുടുംബത്തിന് കൊല്ലാൻ കഴിയില്ല എന്നുള്ള വളരെ വ്യക്തമായ തങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, തങ്ങളുടെ കുട്ടികളെ പറ്റാൻ സാധിക്കുന്നില്ല, ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ 24 മണിക്കൂറും ഈ നാടിന് വേണ്ടി സേവനം ചെയ്യുന്നു. ഓരോ ദിവസവും വീടുകൾ കയറിയിറങ്ങി കണക്കുകൾ ശേഖരിക്കുന്നു. ഓരോ അസുഖങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ഹെൽത്ത് റിപ്പോർട്ട് നടത്തുന്നു. ഇവിടുത്തെ ജെപിഎച്ച്മാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് കണ്ണു തുറക്കുന്നില്ല. കണ്ണു തുറക്കാത്ത ഹൃദയമില്ലാത്ത ഭരണാധികാരിയാണ് ഈ നാട് ഭരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ സമര ശക്തിക്ക് മുന്നിൽ, ഈ സ്ത്രീകളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ തോറ്റു മടങ്ങുക മാത്രമേ നിങ്ങൾക്ക് നിവൃത്തിയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ തോറ്റുപോകും. ഇവിടെ പണിയെടുക്കുന്നവരാണ്, ഇവിടെ അധ്വാനിക്കുന്നവരാണ്, നിങ്ങളുടെ മറ്റ് സൗകര്യങ്ങൾ കണ്ട് ഇവിടെ നിൽക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ആശമാരുടെ ഈ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ അത് നിറവേറ്റാൻ ആവശ്യമായ പ്രഖ്യാപനത്തിൽ അതിന്റെ ചർച്ചയിലേക്ക് കടക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ വളരെ പരിഹാസത്തോടെ ഓരോ തരത്തിലും ഇത് അനുകൂലമായ സമീപനമാണ് എന്ന് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് കേട്ടിട്ടില്ല. 35 ദിവസത്തിന് ശേഷം പ്രതികരിച്ചിട്ടും ഈ സമരത്തെ ഞങ്ങൾ കാണുന്നു. അവരുമായിട്ട് ഞങ്ങളൊന്ന് ചർച്ച ചെയ്യും, അവരെ ഞങ്ങൾ വിളിച്ചിരുത്തും എന്നൊരു വാക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പറയട്ടെ. നിങ്ങൾ എത്ര സമരം നടത്തിയതാണ്, എത്ര സമരം കണ്ടവരാണ്, ആ സമരങ്ങൾ എങ്ങനെയാണ് അവസാനിപ്പിക്കുക? ചർച്ച നടത്തി യുക്തമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുമെന്ന് ഇവിടുത്തെ സ്ത്രീകളെ, ഈ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറാകണം. അങ്ങനെ പ്രഖ്യാപിക്കുന്നത് വരെയുള്ള സമര പരിപാടികളുമായിട്ടാണ് പോകുന്നത്. ഇവിടെ കിടന്ന് സമരം ചെയ്യുന്നത് നിങ്ങൾ ഈ റോട്ടിൽ കിടന്ന് സമരം ചെയ്യുന്നത് ഈ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നാടിന്റെ തലമുറകൾക്ക് വേണ്ടി കൂടിയാണ്. ഈ ഇന്ത്യയിലെ ഒരുപക്ഷെ 26,125 ആശമാരുണ്ട് എന്ന് പറയുമ്പോൾ ഈ ആശമാരൊന്നും ഇവിടെ എത്തിയിട്ടില്ലല്ലോ എന്നതായിരിക്കും നാളത്തെ പരിഹാസം. വളരെ ചെറിയൊരു ഭാഗം മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നതായിരിക്കും നാളത്തെ പരിഹാസം. എന്തുകൊണ്ട് എത്താതിരിക്കുന്നു? തദ്ദേശ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ CPM ആണ് ഏറ്റവും ഭൂരിഭാഗമുള്ളത്. ആ CPM നിയന്ത്രിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ അവരാണ് ആശമാരെ തീരുമാനിക്കുന്നത്. അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. പക്ഷേ നിങ്ങളോടൊപ്പം വന്നിരിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം ഭീഷണിയാണ് പുറത്ത്. ആ ഭീഷണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭീഷണിയെ അതുകൊണ്ടാണ് ക്ലാസ് വെച്ചിരിക്കുന്നത്. എത്ര ട്രെയിനിങ് കിട്ടിയിട്ടാണ് നിങ്ങൾ ഈ പണിയെടുക്കുന്നത്? കോവിഡ് കാലത്ത് നിങ്ങൾ എത്ര ട്രെയിനിങ് കിട്ടിയിട്ടാണ് നിങ്ങൾ പണിയെടുത്തത്? ഇപ്പോഴെവിടെ വന്ന ഒരു ട്രെയിനിങ്? അത് നിങ്ങളുടെ